മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, വീണുടഞ്ഞത് ചേർത്ത് വെച്ചാൽ രൂപമുണ്ടായേക്കാം, പക്ഷേ പഴയ പോലെ ഭംഗിയുണ്ടാവില്ല. അതുപോലെയാണ് ചില ബന്ധങ്ങളും. അകാരണമായി നിങ്ങളിൽ നിന്ന് അകന്നു പോയവരെല്ലാം തന്നെ നിങ്ങളിൽ നിന്ന് എന്തോ പ്രതീക്ഷിച്ച് കിട്ടാതെ പോയവരാണ്. യഥാർത്ഥ സ്നേഹം ഉള്ളവർ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാകും. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന നെഗറ്റീവ് ചിന്തകൾ മറികടക്കാൻ ശ്രമിക്കുക. സ്വയം പഴി പറയുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക. സ്നേഹം വിളമ്പിക്കൊടുക്കുക, പക്ഷേ വാരിക്കൊടുക്കരുത്. ഉണ്ട് നിറഞ്ഞാൽ പിന്നെ കഴിക്കുന്നവർ മടുത്തു തുടങ്ങിയെന്നു വരാം. കാണുമ്പോൾ മാത്രം സ്നേഹിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന മനസ്സുകളെയല്ല, കാണാതിരിക്കുമ്പോൾ വേവലാതിപ്പെടുകയും സങ്കടപ്പെടുകയും ചെയ്യുന്ന ഹൃദയങ്ങളെയാണ് വേണ്ടത്. ഞാൻ പറയും, നീ കേൾക്കും എന്നല്ല, പരസ്പരം പറയാൻ അവസരമുള്ളിടത്തും പരസ്പരം കേൾക്കാൻ മനസ്സുള്ളിടത്തുമാണ് ബന്ധങ്ങൾ ആകാശം പോലെ വിശാലമാകുന്നത്. ഭക്തരെ, അഭിനയിച്ചെടുത്ത ബന്ധങ്ങളെല്ലാം ആദ്യവും അവസാനവും ഒരുപോലെയാകില്ല. ആത്മാർത്ഥതയുള്ള ബന്ധങ്ങൾ അന്നും ഇന്നും ഒരുപോലെയായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ നിങ്ങൾ തന്നെ എടുക്കണം. കാരണം നിങ്ങളെയും നിങ്ങളുടെ സാഹചര്യത്തെയും നിങ്ങളോളം മറ്റാർക്കും അറിയില്ല. സ്നേഹം ഒരു അനുഭവമാണ്. അകലും തോറും ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു തിരിച്ചറിവ്. ഭക്തരെ, വിജയിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തോൽക്കാനും പഠിക്കണം. ഓരോ തോൽവിയും ഓരോ പാഠങ്ങളാണ്. ജീവിച്ചു കാണിക്കണം നിങ്ങളെ തോൽപ്പിച്ചവർക്ക് മുന്നിൽ. മറ്റുള്ളവരുടെ വികാരങ്ങൾ മാനിക്കാതെ സ്വന്തം ഇഷ്ടം മാത്രം നോക്കുന്നവർക്ക് അവർ ചെയ്യുന്നതെല്ലാം ശരികൾ മാത്രമായിരിക്കും. അവർ സ്നേഹിക്കുന്നത് അവരെ മാത്രമായിരിക്കും. ജീവിതമാണ്. പല വിധത്തിലുള്ള ആളുകളെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടുമുട്ടും. ചിലരുടെ സാന്നിധ്യം നിങ്ങളുടെ മനസ്സിലെ ഇരുട്ടിനെ വെളിച്ചമാക്കുന്നു. മറ്റു ചിലർ നിങ്ങളിലുള്ള വെളിച്ചത്തെ വരെ കെടുത്തിക്കളയുന്നു. ഭക്തരെ, അഗാധമായ സ്നേഹം, അന്ധമായ വിശ്വാസം, അമിതമായ പ്രതീക്ഷകൾ ഇവയെല്ലാം ഭാവിയിൽ തീരാ ദുഃഖങ്ങളിലേക്കുള്ള പാതകളായി മാറും. പുറത്തുനിന്ന് ഉണ്ടാകുന്നതിനേക്കാളും ശക്തമായ ശത്രുക്കൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അവയാണ് ദേഷ്യം, വൈരാഗ്യം, അസൂയ, വെറുപ്പ് തുടങ്ങിയവ. ഭക്തരെ, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇടറി വീഴാതെ, തളർച്ചയറിയാതെ, കണ്ണ് നിറയാതെ, ഉള്ളുവിങ്ങാതെ, തോറ്റുപോകാതെ ആർക്കും ജീവിതമെന്ന അധ്യായം പൂർണ്ണമാക്കാൻ സാധിച്ചിട്ടില്ല. തെളിച്ചമുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ വെളിച്ചമുള്ള ഒരു വഴിയുമുണ്ടാകും. ദേഷ്യത്തിൽ സംസാരിക്കുന്നവർക്ക് അതിലും മനോഹരമായി സ്നേഹിക്കുവാനുള്ള ഹൃദയമുണ്ട്. പുറമേ ചിരിച്ചുകൊണ്ട് നല്ല വാക്കുകൾ മൊഴിയുന്നവർക്ക് അതിലും മനോഹരമായി വഞ്ചിക്കാനുള്ള മനസ്സുണ്ട്. ഭക്തരെ, ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനേക്കാൾ അതിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും അതിൽ നിന്ന് നിങ്ങൾ എന്തു പാഠം പഠിക്കുന്നു എന്നതുമാണ് പ്രധാനം. സ്വന്തം തെറ്റുകൾ ഒരിക്കലും അംഗീകരിക്കാത്ത ആളുകളിൽ നിന്ന് അകലം പാലിക്കാൻ ശ്രമിക്കുക. കാരണം അവർ എല്ലായ്പ്പോഴും നിങ്ങളെ തെറ്റുകാരനാക്കാൻ ശ്രമിക്കും. നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടും തിരിച്ചറിയാതെ പോകുന്ന സ്നേഹം എന്നും മനസ്സിൻ്റെ നൊമ്പരമായിരിക്കും. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.